ഓരോ വോട്ടും വിലയുള്ളതാണ്. അതുകൊണ്ട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും വോട്ട് ചെയ്യാൻ മടിക്കേണ്ട. വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വോട്ടവകാശം ഉറപ്പാക്കാൻ ഇതാ ഹോം വോട്ടിംഗ് നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. 85 വയസ്സിന് മുകളിലുള്ളവർക്കും 40%-ലധികം ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 4 വരെ തുടരുന്ന ഈ സംവിധാനത്തിൽ BLOമാർ വഴി മുൻകൂട്ടി അപേക്ഷ നൽകിയവർക്കാണ് വോട്ട് ചെയ്യാനാവുക. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ അമ്പലമുക്ക് പ്രദേശത്ത് ഹോം വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. സാന്ത്വന സാജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഹോം വോട്ടുകൾ, അതായത് വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന വോട്ടെടുപ്പ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ അമ്പലമുക്ക് പ്രദേശത്ത് ആണ് നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തി ഇവിടെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 85 വയസ്സിന്, സംസ്ഥാനത്തെ 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ 40% പുറത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വൈകല്യമുള്ള ആളുകൾക്കുമാണ് ഈ ഹോം വോട്ട് സൗകര്യം നമുക്ക് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ വരുന്ന 6 ദിവസത്തേക്കാണ് ഈ ഒരു ഏപ്രിൽ 4 വരെയാണ് ഇത്തരത്തിൽ ഹോം വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുള്ളത്. വീടുകളിലേക്ക് എത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വോട്ടെടുപ്പ് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വീട്ടിലെത്തി ഈ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന പ്രക്രിയ നടന്നു വരുന്നത്. ഇക്കൂട്ടത്തിൽ പോളിംഗ് ഓഫീസർ ഉണ്ടാകും, അതുപോലെ തന്നെ 2 അസിസ്റ്റന്റുമാരുണ്ടാകും, മൈക്രോ ഒബ്സർവർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു വീഡിയോഗ്രാഫർ ഇവരുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഉള്ള ഒരു സംഘം ഇവരെത്തിയാണ് ഈ വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ സംസ്ഥാനത്ത് ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകളാണ് ഈ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന ഈ ഒരു സൗകര്യം, ഹോം വോട്ട് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമ്പലമുക്ക് ഭാഗത്തുള്ള ഒരു വീട്ടിലാണ്. ഇവിടേക്ക് എത്തിക്കൊണ്ടാണ് അവിടെ ഈ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇങ്ങനെ ഓരോ ഏതൊക്കെ വീടുകളിലേക്കാണോ ഈ ആവശ്യമുള്ളത് അവിടേക്ക് എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് നടത്തുന്നത്. ഇത് നമുക്ക് ആദ്യഘട്ടം തന്നെ BLOയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫോം പൂരിപ്പിച്ച് നൽകിയ ആളുകൾക്ക് മാത്രമാണ് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഫോം പൂരിപ്പിച്ച് നൽകിയിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്കാണ് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ആളുകൾ ഈ വോട്ട് ചെയ്യുന്ന ആളുകളോട് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരിക്കും. പിന്നെ ഹോം വോട്ട് സംവിധാനം ആദ്യമായിട്ടാണ്. സോ നൈസ് ഓഫ് യു ടേക്കൻ സോ മച്ച് ഓഫ് പീപ്പിൾ. ഐ ബിക്കം എ VIP. പ്രായമായ ആളുകൾക്ക് ഇത്തരം സൗകര്യം വലിയ ഉപകാരപ്പെടുമോ? യെസ്. അപ്പോൾ എന്തായാലും സംസ്ഥാനത്ത് ഇന്ന് മുതൽക്കാണ് ഈ ഹോം വോട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അത് സംസ്ഥാനത്ത് പുരോഗമിച്ചു വരികയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 4 ലക്ഷത്തോളം ആളുകളാണ് ഈ സൗകര്യം സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്.